പ്രിപ്പറേഷൻ ഓർ സിലിക്കൺ പ്യൂരിഫിക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലാസ്റ്റ് ക്ലാസ്. അതിൽ കോട്ട്സൈറ്റിൽ നിന്ന് മെറ്റലർജിക്കൽ ഗ്രേഡ് സിലിക്കൺ നമ്മൾ എങ്ങനെ മാനുഫാക്ചർ ചെയ്യുമെന്ന് ഡിസ്കസ് ചെയ്തു. അതിൽ നിന്ന് ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ ഓഫ് പോളി ക്രിസ്റ്റലൈൻ ഫോം ആണ് നമുക്ക് കിട്ടിയത്. ഇനി ആ പോളി ക്രിസ്റ്റലൈൻ കിട്ടിയ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കണിൽ നിന്ന് എങ്ങനെ സിംഗിൾ ക്രിസ്റ്റലൈൻ ഫോമിലോട്ട് ആക്കാന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. കാരണം നമ്മളെ വേഫർ എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ ക്രിസ്റ്റലൈൻ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കണിനെയാണ് സ്മോൾ ആയിട്ട് സ്ലൈസ് ചെയ്തിട്ട് വേഫർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ വേഫർ ആവണമെങ്കിൽ അല്ലെങ്കിൽ വേഫർ ഉണ്ടാക്കാനുള്ള ബേസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ വിച്ച് ഈ സിംഗിൾ ക്രിസ്റ്റലൈൻ ഫോം ആണ്. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് വെച്ച് പോളി ക്രിസ്റ്റലൈൻ വരെ ഉള്ളതാണ് കിട്ടിയത്. അപ്പൊ ഇനി സിംഗിൾ ക്രിസ്റ്റലൈൻ ആക്കാനുള്ള കാര്യങ്ങളിലോട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പോളി ക്രിസ്റ്റലൈൻ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കണിന് സിംഗിൾ ക്രിസ്റ്റലൈൻ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ ആക്കാൻ വേണ്ടി മെയിൻലി there are two methods. First one, Sokralski technique എന്ന് പറയും. സോക്രാൽസ്കി ടെക്നിക് അതിന് CZ ടെക്നിക് എന്ന് ചുരുക്കി പറയാറുണ്ട്. എക്സാമിനൊക്കെ ചിലപ്പോൾ CZ ടെക്നിക് എന്ന് ചോദിക്കാം. അപ്പോൾ അത് ലാർജ് വേഫേഴ്സിനാണ് സോക്രാൽസ്കി ടെക്നിക് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് സോൺ ടെക്നിക്കാണ്. അപ്പോൾ പോളി ക്രിസ്റ്റലൈനിൽ നിന്ന് സിംഗിൾ ക്രിസ്റ്റലൈൻ ആക്കാൻ രണ്ട് മെത്തേഡ്സ് ആണുള്ളത്, രണ്ട് ടെക്നിക്സ് ആണുള്ളത്. ഫസ്റ്റ് ടെക്നിക് സോക്രാൽസ്കി ടെക്നിക് ആൻഡ് സെക്കൻഡ് വൺ ഫ്ലോട്ട് സോൺ ടെക്നിക്. ഇത് രണ്ടും ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണ് ഇതിൽ ഏത് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ദാറ്റ് ഈസ് ഫോർ ലാർജ് വേഫേഴ്സ്. ഇഫ് യു ആർ മേക്കിംഗ് ലാർജ് വേഫേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ വി പ്രിഫർ സോക്രാൽസ്കി ടെക്നിക്ക്. പക്ഷേ സ്മോൾ വേഫേഴ്സ് മതിയെങ്കിൽ ഫ്ലോട്ട് സോൺ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സ്മോൾ വേഫേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഫ്ലോട്ട് സോൺ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ലോ ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ, ലോ ഓക്സിജൻ ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഉള്ള കേസിനും ഫ്ലോട്ട് സോൺ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് ഡീറ്റെയിൽ പോകുമ്പോൾ കൂടുതൽ മനസ്സിലാവും. കാരണം ഓക്സിജൻ ഇംപ്യൂരിറ്റി ഫ്ലോട്ട് സോണിന് കുറവാണ്. കാരണം അവിടെ കണ്ടെയ്നേഴ്സ് ഒന്നും യൂസ് ചെയ്യത്തില്ല. അത് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അവിടെ കണ്ടെയ്നേഴ്സ് ഒന്നും യൂസ് ചെയ്യത്തില്ല. പിന്നെ ഫ്ലോട്ട് സോൺ ടെക്നിക്ക് സ്മോൾ സൈസ്ഡ് വേഫേഴ്സിന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അതിന്റെ റീസണും നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യും. കാരണം സൈസ് കൂടുന്നതനുസരിച്ച് ഡിസ്ലൊക്കേഷൻസ് ഒക്കെ കൂടും. ഓക്കെ, ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ടെക്നിക്കാണ് സോക്രാൽസ്കി ടെക്നിക്, സ്യൂട്ടബിൾ ഫോർ ലാർജ് വേഫേഴ്സ്. സോക്രാൽസ്കി ടെക്നിക് എന്ന് പറയുമ്പോഴേ ആദ്യമേ ലാർജ് വേഫേഴ്സിനാണ് സ്യൂട്ടബിൾ എന്ന് നമ്മൾ അടയാളപ്പെടുന്നത്. ഓക്കെ, ദിസ് ഈസ് ദി അപ്പാരറ്റസ് അല്ലേ? സോക്രാൽസ്കി ടെക്നിക് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ഇതാണ്. അപ്പോ ഇതാണ് അതിന്റെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മളെ സിംഗിൾ ക്രിസ്റ്റൽ സിലിക്കൺ സീഡ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇതിൽ ഓരോന്നും എന്താണെന്ന് പറയാം. സിലിക്കൺ സീഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഏത് ഓറിയന്റേഷൻ ആണോ വേണ്ടത്. അതായത് ഇപ്പൊ ഞാൻ സിംഗിൾ ക്രിസ്റ്റലൈൻ ഫോം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഒരു സിംഗിൾ ക്രിസ്റ്റലൈൻ ആയിട്ട്, അതായത് നമുക്ക് ആവശ്യമുള്ള സാധനം എന്താണോ ആ സാധനത്തിന്റെ ഒരു ചെറിയ പീസ് നമുക്ക് ഏത് രീതിയിലാണോ ഈ സിലിക്കൺ കിട്ടേണ്ടത്. അതായത് സിംഗിൾ ക്രിസ്റ്റലൈൻ ഫോം കിട്ടണമെന്ന് പറഞ്ഞു. സിംഗിൾ ക്രിസ്റ്റലൈൻ എന്ന് വെച്ചാൽ ഒരു ഫേസ് മാത്രം അല്ലെങ്കിൽ ഒരേ ഓറിയന്റേഷൻ ഉള്ള സാധനം എന്നാണ് പറയുന്നത്. ആ ഓറിയന്റേഷൻ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഒരേ ഓറിയന്റേഷനിൽ തന്നെ പല രീതിയിൽ ഇരിക്കാം. നമുക്ക് ഏത് രീതിയിലുള്ള ഓറിയന്റേഷൻ ആണോ വേണ്ടത്, സിംഗിൾ ഓറിയന്റേഷനെ കാണൂ, ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത് ഏത് രീതിയിലുള്ള ഓറിയന്റേഷൻ ആണ് വേണ്ടത് ആ സാധനം നമ്മൾ എടുക്കുന്നു. അതിന്റെ ഒരു ചെറിയ പീസ് ഓൾറെഡി കാണുമല്ലോ, നമുക്ക് ഇന്ന സാധനമാണ് ബൾക്കായിട്ട് വേണ്ടത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ സാധനം നമ്മൾ എടുക്കും. അതിനെയാണ് സിംഗിൾ ക്രിസ്റ്റലൈൻ സിംഗിൾ ക്രിസ്റ്റലൈൻ ആണ് അത്. ഇറ്റ് ഈസ് സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കൺ സീഡ്. ഈ സിലിക്കൺ സീഡ് എന്ന് വെച്ചാൽ നമുക്ക് തുടക്കം ആ സീഡ് ഒരു ചെറിയ കുറച്ച് സാധനം അത് എടുക്കും. ഇതാണ് ആ സാധനം, സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കൺ സീഡ്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഏത് പ്രോഡക്റ്റ് ആണോ നമുക്ക് കിട്ടേണ്ടത് അതിന്റെ ഒരു ചെറിയ നമുക്ക് ഏത് സീഡാണോ കിട്ടേണ്ടത് അതിന്റെ ഒരു ചെറിയ പീസ്, അങ്ങനെ പറയാം. നമുക്ക് അതിന്റെ ഒരു ചെറിയ പീസാണ്. ഓക്കെ,
ഇനി അടുത്ത അവിടെ എന്താണുള്ളതെന്ന് വെച്ചാൽ മോൾട്ടൺ സിലിക്കൺ. ഈ മോൾട്ടൺ സിലിക്കൺ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ കിട്ടിയ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ ഉണ്ടല്ലോ, ആ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ ഈ അപ്പാരറ്റസ് ഇട്ടിട്ട് അവിടെ ഹീറ്റിംഗ് കോയിൽ കണ്ടോ, ഇത് RF ഹീറ്റിംഗ് കോയിലാണ്. അപ്പൊ ഈ ഹീറ്റിംഗ് കോയിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യും, നമ്മൾ ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യും. ഈ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ആ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ, പോളിക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ ഉരുകും. സ്വാഭാവികമായിട്ടും ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അതെന്തായി മാറും, സോളിഡ് ആയിട്ടുള്ള സാധനം ലിക്വിഡ് ആയിട്ട്, അതായത് മോൾട്ടൺ ഫോമിലായിട്ട് മാറും. അതിനാണ് ഈ മോൾട്ടൺ സിലിക്കൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഓരോന്ന് പരിചയപ്പെടുത്തിയാണ്. മോൾട്ടൺ സിലിക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾട്ടൺ സിലിക്കൺ എന്ന് വെച്ചാൽ നമ്മളെ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ ഓഫ് പോളിക്രിസ്റ്റലൈൻ ഫോം ആണ് ഈ മോൾട്ടൺ സിലിക്കൺ എന്ന് പറയുന്നത്. ചൂട് കൊടുക്കുന്നതുകൊണ്ടാണ് അത് ഉരുകി മോൾട്ടൺ സിലിക്കൺ ആയി മാറുന്നത്. ഇവിടെ സീഡ് എന്താണെന്ന് അറിയാം. നമുക്ക് എന്താണോ വേണ്ടത് അതിന്റെ ഒരു ചെറിയ പീസ്, ആയിരിക്കും. അപ്പോൾ സിംഗിൾ ക്രിസ്റ്റലൈൻ ആയിരിക്കും. നമുക്ക് ഏത് ഓറിയന്റേഷനും വേണം. അതിന്റെ ഒരു ചെറിയ ഒരു വിത്ത് അല്ലെങ്കിൽ സീഡ്, അല്ലെ, ഒരു ചെറിയ സീഡ് എടുത്ത് കൈ വെച്ചിരിക്കുന്നു. അതെന്തിനാണെന്ന് നമുക്ക് പ്രോസസ് പഠിക്കാൻ മനസ്സിലാവും. അടുത്ത കോഡ്സ് ക്രൂസിബിൾ ആണ്. അപ്പൊ ഇവിടെ ക്രൂസിബിളിന് 2 പാർട്സ് ആണുള്ളത്. 2 ക്രൂസിബിൾ എന്ന് വെച്ചാൽ ആ ഒരു അപ്പാരറ്റസിൽ 2 എണ്ണം ഉള്ളത്. ഇന്നർ പാർട്ട് കോഡ്സ് ക്രൂസിബിൾ ആണ്. ഇന്നർ പാർട്ട് കോഡ്സ് ക്രൂസിബിൾ എന്ന് വെച്ചാൽ, കോഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, സിലിക്കൺ ഡയോക്സൈഡ് ആണ്, അല്ലെ. അപ്പൊ ഇവിടെ വേറെ റിയാക്ഷൻ, മോൾട്ടൺ സിലിക്കൺ ഒക്കെ ആയി ഇവിടെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും കൂടുതൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എന്തെന്ന് ഉപയോഗിക്കുന്നത്, കോഡ്സ് ക്രൂസിബിൾ ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്, കോഡ്സ് ഈസ് ആൾസോ സിലിക്കൺ ഡയോക്സൈഡ്. അപ്പൊ അവിടെ സിലിക്കൺ ഡയോക്സൈഡ് തന്നെയാണ് ഉള്ളത്. അപ്പൊ ഒരു കാര്യം ഓർത്ത്, ഇവിടെ സിലിക്കൺ ഡയോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ഓക്സിജൻ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. മനസ്സിലായോ? അവിടെ നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, സൊക്കാൾസ്കി ഉണ്ട്, ഫ്ലോട്ട്സോൺ ഉണ്ട്. ഫ്ലോട്ട്സോണിന്റെ ഗുണം ഓക്സിജൻ ഇമ്പ്യൂരിറ്റി കുറവാണെന്നാണ്. ഇത് സൊക്കാൾസ്കി ആണ്. സൊക്രാൾസ്കിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രൂസിബിൾ ഉപയോഗിക്കുന്നുണ്ട്, അത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ഇവിടെ എന്തുകൊണ്ട് കോഡ്സ് ക്രൂസിബിൾ തന്നെ ഉപയോഗിക്കുന്നത് വെച്ചാൽ വേറെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഫോം ചെയ്യാതിരിക്കാനാണ്. പക്ഷേ കോഡ്സ് ക്രൂസിബിൾ ആയതുകൊണ്ട് അവിടെ സിലിക്കൺ മാത്രമല്ല, സിലിക്കൺ ഡയോക്സൈഡ് SiO2 ആണ് ഉള്ളത്. അപ്പൊ SiO2 ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും, there will be some oxygen impurities. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ഔട്ടർ പോർഷൻ, ഈ ക്രൂസിബിളിന്റെ ഔട്ടർ പോർഷൻ ഗ്രാഫൈറ്റ് ക്രൂസിബിൾ ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഗ്രാഫൈറ്റ് ആകുമ്പോൾ ഹീറ്റ് ഒക്കെ നന്നായിട്ട് കണ്ടക്ട് ചെയ്ത് അത് കൂടുതൽ ചൂടാക്കും. കൂടുതൽ ഹീറ്റ് അബ്സോർവ് ചെയ്ത് നമ്മൾ ചൂടാക്കുന്ന ഈ ഹീറ്റിംഗ് കോയിൽ ഡയറക്റ്റ് കോഡ്സ് ക്രൂസിബിളിലോട്ട് കൊടുക്കത്തില്ല. പകരം ഗ്രാഫൈറ്റ് ക്രൂസിബിൾ വഴിയാണ് കോഡ്സ് ക്രൂസിബിളിലോട്ട് കൊടുക്കുന്നത്. അപ്പൊ 2 ക്രൂസിബിൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം, കോഡ്സ് ക്രൂസിബിൾ ആകുമ്പോൾ വേറെ ബൈ പ്രോഡക്ട്സ് ഒന്നും ഫോം ചെയ്യത്തില്ല, അകത്ത് വേണം. അതേപോലെ ഹൈലി ടെമ്പറേച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഗ്രാഫൈറ്റ് ക്രൂസിബിൾ ആണ്. ഇതാണ് അവിടെ അപ്പാരറ്റസിലെ കാര്യങ്ങൾ. ഇനി ഇവിടെ ഗ്യാസ് ഇൻലെറ്റും ഗ്യാസ് ഔട്ട്ലെറ്റും ഉണ്ട്. ഗ്യാസ് ഇൻലെറ്റും ഔട്ട്ലെറ്റും എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ഗ്യാഷ്യസ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഗ്യാസ് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇതിൽ വേരിയസ് കമ്പോണൻസ്, അതേപോലെ ഇതിൽ വേരിയസ് കമ്പോണൻസ് എന്ന് വെച്ചാൽ, ഒന്ന് ഫർണസ് ആണ്. ഫർണസ് എന്ന് വെച്ചാൽ ഈ ഫർണസ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന വെച്ചാൽ, ഈ ക്രൂസിബിൾ ഉണ്ടാവും, പിന്നെ അത് സപ്പോർട്ട് ചെയ്യുന്നതുണ്ടാവും, പിന്നെ ആ ക്രൂസിബിൾ റൊട്ടേഷൻ, കേട്ടോ, ക്രൂസിബിൾ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന കാണിക്കുന്നുണ്ടല്ലോ, ആ റൊട്ടേഷൻ സാധനം ഉണ്ടാവും ക്രൂസിബിളിന്റെ തന്നെ. അതേപോലെ സീഡ്, അല്ലെ, സോറി ഏതാണ്, ഓക്കെ, ക്രൂസിബിൾ സപ്പോർട്ട് ഇൻക്ലൂഡ്സ് ക്രൂസിബിൾ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ക്രൂസിബിളിന്റെ റൊട്ടേഷൻ, ക്രൂസിബിളിന്റെ തന്നെ റൊട്ടേഷൻ മെക്കാനിസം, പിന്നെ ഹീറ്റിംഗ് എലമെന്റ്. ഇവിടെ ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് ഹീറ്റിംഗ് കോയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് മെയിൻലി RF കോയിൽ ആയിരിക്കും ഉപയോഗിക്കുന്നത്. റേഡിയോ ഫ്രീക്വൻസി കോയിൽസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ പവർ സപ്ലൈ ആൻഡ് ചേംബർ. അപ്പൊ ഇതിന് ഹീറ്റിംഗ് ആയിട്ടുള്ള ഹീറ്റിംഗ് ചേംബേഴ്സ് എല്ലാം ഉണ്ടാവും. ഇതെല്ലാത്തിനെയും കൂടെ ചേർന്നാണ് ഈ ഫർണസ് എന്ന് പറയുന്നത്. ഇനി ക്രിസ്റ്റൽ പുള്ളിംഗ് മെക്കാനിസം ഉണ്ട്. അപ്പൊ ഇതിന്റെ യൂസ് പറയുന്നതായിരിക്കും. ക്രിസ്റ്റൽ പുള്ളിംഗ് മെക്കാനിസം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഈ ക്രിസ്റ്റലിനെ മുകളിലോട്ട് പുള്ളു ചെയ്യുന്നതിനോടൊപ്പം തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഈ ക്രിസ്റ്റലിന്. അപ്പൊ ക്രൂസിബിൾ റൊട്ടേറ്റ് ചെയ്യുന്നതെല്ലാം കൂടെ ചേർന്നാണ് ഫർണസ് എന്ന് പറഞ്ഞ സാധനം. ഇനി അടുത്ത ഈ ക്രിസ്റ്റൽ ഉണ്ടല്ലോ, ഈ സീഡ് ക്രിസ്റ്റലിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റൊട്ടേഷൻ മെക്കാനിസം അവിടെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ സീഡ് ഷാഫ്റ്റ്, ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഷാഫ്റ്റ് ഉണ്ട്. അതേപോലെ നമ്മളെ സീഡും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ആംബിയന്റ് ഗ്യാസ് കൺട്രോള് വേറെ ഒന്നുമില്ല, ഗ്യാസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നു. എന്താണ്, ഗ്യാസ് വരുന്നു, അതേപോലെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഉള്ള ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്നു. അപ്പൊ ഇതുവഴി ഇങ്ങനെ സാധാരണ നമ്മൾ വൃത്തിയാക്കുന്നത് പോലെ, കഴുകി വൃത്തിയാക്കുന്ന പോലെ ഗ്യാസ് വെച്ച് ഉള്ള ഗ്യാസിനെയൊക്കെ അങ്ങ് പുറത്തോട്ട് കളയും.
ഒരു ഗ്യാസ് അല്ലെ നമ്മള് ഗ്യാസ് വെച്ച് ഇങ്ങനെ വൃത്തിയാക്കില്ല, ഇങ്ങനെ പ്യൂരിഫൈ ചെയ്ത് സർക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ഗ്യാസ് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, ബൈ പ്രോഡക്റ്റ് ഗ്യാസ് ബൈ പ്രോഡക്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് വൺ കൺട്രോൾ സിസ്റ്റം. കൺട്രോൾ സിസ്റ്റം എന്തായാലും ഇതൊരു അല്ലെ ഒരു കൺട്രോൾഡ് സിസ്റ്റമാണ്. എന്താണ്, എത്രത്തോളം സ്പീഡിന് ഇത് റൊട്ടേറ്റ് ചെയ്യണം, അതേപോലെ എത്രത്തോളം സ്പീഡിന് മുകളിലോട്ട് പുള്ള് ചെയ്യണം, എത്ര ഹീറ്റ് കൊടുക്കണം. അപ്പൊ അതെല്ലാം തീരുമാനിക്കുന്ന സ്വാഭാവികമായിട്ടും ഇറ്റ് വിൽ ബി സം പ്രോഗ്രാമിംഗ് സർക്യൂട്ട് അല്ലെ. ആ മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസറും സെൻസറും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു കൺട്രോൾ സിസ്റ്റമാണ് പിന്നെ ഇതിലുള്ളത്. കാരണം എന്താണ്, എത്ര സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണം, ടെമ്പറേച്ചർ എത്ര കൂടുതൽ ഓക്കെ. പിന്നെ ഇതിന്റെ ശ്രദ്ധിക്കുക, സീഡ് ക്രിസ്റ്റൽ എടുത്തു. അപ്പൊ ആദ്യം നമ്മൾ എന്തെടുത്തു, ഒരു സീഡ് ക്രിസ്റ്റൽ എടുത്തു. ഒരു സീഡ് ക്രിസ്റ്റൽ എടുത്തു. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുന്നു. ഇവിടെ നമ്മൾ ആ സീഡ് ക്രിസ്റ്റൽ എടുത്തു. സീഡ് എന്ന് വെച്ചാൽ എന്താണ്, സീഡ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ സാധനം സെയിം ഓറിയന്റേഷൻ ഉള്ള സിംഗിൾ ക്രിസ്റ്റലൈൻ സാധനത്തിനാണ് സീഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ എടുത്തു. ഓക്കെ. അപ്പോൾ സീഡ് ക്രിസ്റ്റൽ എടുത്തിട്ട് എന്ത് സംഭവിച്ചു, ഈ സീഡ് ക്രിസ്റ്റൽ എടുത്തിട്ട് അപ്പൊ ഇവിടത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1000, ഈ മോൾട്ടൺ സിലിക്കൺ, ഈ സിലിക്കൺ മോൾട്ടൺ സിലിക്കന്റെ ടെമ്പറേച്ചർ ഏതാണ്ട് 1500 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരിക്കും. ഇവിടെ 1500 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരിക്കും ഈ മോൾട്ടൺ സിലിക്കന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ സിലിക്കന്റെ മെൽറ്റിംഗ് പോയിന്റ് 1420 അപ്പൊ ഏതാണ്ട് മെൽറ്റിംഗ് പോയിന്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ ടെമ്പറേച്ചർ, ഏതാണ്ട് മെൽറ്റിംഗ് പോയിന്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ ടെമ്പറേച്ചർ ആണ് ഇവിടെ കൊടുക്കുന്നത്, ആ കണ്ടെയ്നർ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ക്രൂസിബിളിൽ നമ്മൾ കൊടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ സിലിക്കൺ ജസ്റ്റ് ഉരുകി ലിക്വിഡ് ആവാനുള്ള ഏതാണ്ട് ടെമ്പറേച്ചറേ അവിടെ ഉള്ളൂ. ഒരല്പം ടെമ്പറേച്ചർ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, സിലിക്കൺ വീണ്ടും കട്ടി പിടിക്കും അല്ലെങ്കിൽ സോൾഡിഫൈ ആവും, സോൾഡിഫൈ ചെയ്ത് പോകും അല്ലെ. കാരണം ഭയങ്കര ടെമ്പറേച്ചർ ഒന്നും കൊടുത്തില്ല, 1420 ഡിഗ്രി 1420 ഡിഗ്രിയിൽ മെൽറ്റ് ചെയ്യുന്ന സാധനത്തിന് കുറച്ച് ഒരു എത്രയാണ്, ഒരു 90 ഡിഗ്രിയും കൂടെ കൊടുത്ത് അല്ലെ 80 ഡിഗ്രിയും കൊടുത്ത് 1500 ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ. 1428 ആണ്, ഒരു 80 ഡിഗ്രിയുടെ കൂടുതലേ ഉള്ളൂ. ഇനി എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ സിലിക്കൺ സീഡ് ഉണ്ടല്ലോ, സീഡ് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സെയിം ഓറിയന്റേഷൻ ഉള്ള സാധനം, അത് ഇതിലോട്ട് ഞാൻ ഡിപ്പ് ചെയ്യുന്നു. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഡിപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു സാധനം ഒരു സാധനം ഈ മോൾട്ടൺ സിലിക്കണിലോട്ട് ഡിപ്പ് ചെയ്യുന്നു, എന്ത് സംഭവിക്കും, ഈ ഡിപ്പ് ചെയ്യുന്ന പോർഷനിൽ കുറച്ച് ടെമ്പറേച്ചർ ഈ ഡിപ്പ് ചെയ്യുന്ന സീഡ് അബ്സോർവ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ആ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് സിലിക്കൺ, മോൾട്ടൺ സിലിക്കന്റെ ടെമ്പറേച്ചർ ബിക്കംസ് ലെസ് ദാൻ 1420 ഡിഗ്രി. അതായത് ഞാൻ ഈ സീഡ് ടച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ട് ഈ സീഡിലോട്ട് കുറച്ച് ടെമ്പറേച്ചർ അബ്സോർവ് ചെയ്യും. സീഡ് വളരെ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കും. അപ്പൊ നമ്മൾ അത് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യണം അല്ലെ. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, 1500 ഇരിക്കുന്ന മോൾട്ടൺ സിലിക്കണിലോട്ട് ഞാൻ ഈ സീഡ് ടച്ച് ചെയ്യുമ്പോൾ ആ 1500 ഇരിക്കുന്ന മോൾട്ടൺ സിലിക്കണിൽ കുറച്ച് ടെമ്പറേച്ചർ ഈ സീഡിലോട്ട് അബ്സോർവ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ ടച്ച് ചെയ്യുന്ന ഭാഗത്തെ സിലിക്കന്റെ ടെമ്പറേച്ചർ 1420 താഴെ. ആലോചിക്കുക, 1500 ഇരുന്ന സാധനം നമ്മളിപ്പോ എന്തുകൊണ്ട്, നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മൾ നല്ല ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സാധനത്തിലോട്ട് ഒരു ടെമ്പറേച്ചർ കുറഞ്ഞ സാധനം ടച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും. അത് ഉണ്ടാവുന്നത് കാരണം ഈ ടച്ച് ചെയ്ത ഭാഗത്തെ സിലിക്കൺ എന്ത് സംഭവിക്കും, അതിന്റെ ടെമ്പറേച്ചർ 1420 താന്നിട്ട് അത് സോളിഡിഫൈ ചെയ്യും. സോളിഡിഫൈ ചെയ്യുമെന്ന് വെച്ചാൽ കട്ടിയാവും. ഈ സീഡിലോട്ട് ആ സാധനം ഒട്ടിപ്പിടിക്കും. അപ്പൊ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ, ഈ ഒട്ടിപ്പിടിക്കുന്ന സിലിക്കണിന് ഈ മുക്കിയ, അതായത് സീഡ് ക്രിസ്റ്റൽ നമ്മൾ മുക്കിയല്ലോ,
ആ മുഖ്യ സീഡ് ക്രിസ്റ്റൽ ഉണ്ടല്ലോ, ആ മുഖ്യ സീഡ് ക്രിസ്റ്റലിന് എന്ത് ഓറിയന്റേഷൻ ആണോ ഉള്ളത് അതേ ഓറിയന്റേഷനിലായിരിക്കും ഈ ഒട്ടിപ്പിടിക്കുന്ന മോൾട്ടൺ സിലിക്കൺ ഒട്ടിപ്പിടിക്കുമല്ലോ. ആ ഒട്ടിപ്പിടിക്കുന്ന മോൾട്ടൺ സിലിക്കൺ ഈ മുഖ്യ സാധനത്തിന് എന്ത് ഓറിയന്റേഷൻ ആണോ ഉള്ളത് അത് സിംഗിൾ ക്രിസ്റ്റലൈനാണ്. ഏത് ഓറിയന്റേഷൻ ആണോ ഉള്ളത് അതേ ഓറിയന്റേഷനിൽ തന്നെ ആയിരിക്കും അത് കട്ടിപിടിച്ച് ഇതിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സീഡ് ക്രിസ്റ്റലിൽ മുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ഉള്ള മോൾട്ടൺ സിലിക്കന്റെ ടെമ്പറേച്ചർ കുറയും. മോൾട്ടൺ സിലിക്കന്റെ ടെമ്പറേച്ചർ കുറയെന്ന് വെച്ചാൽ അതിന്റെ ടെമ്പറേച്ചർ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ താഴുകയും അത് ഈ മുഖ്യ ഭാഗത്ത് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അപ്പൊ ഒട്ടിപ്പിടിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ മുഖ്യ ക്രിസ്റ്റൽ ഉണ്ടല്ലോ, ആ ക്രിസ്റ്റലിന്റെ അതേ ഓറിയന്റേഷനിലായിരിക്കും ഈ തിരിച്ച് കട്ടി പിടിക്കുന്ന സിലിക്കൺ. ആദ്യം ഓൾറെഡി പോളി ക്രിസ്റ്റലൈൻ ആണ്, ചുരുങ്ങി കിടക്കുന്ന പോളി ക്രിസ്റ്റലൈൻ ഇതിൽ ടച്ച് ചെയ്ത് സോൾഡിഫൈ ചെയ്യുമ്പോൾ ഈ മുഖ്യ സീഡിന് എന്ത് ഓറിയന്റേഷൻ ഉണ്ട് അതേ ഓറിയന്റേഷനിലായിരിക്കും എന്ത് സംഭവിക്കുന്നത്, ഈ കട്ടി പിടിക്കുന്ന സിലിക്കൺ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു സീഡ് വെച്ചു, അത് മുക്കിയപ്പോൾ ആ മുക്കിയ കുറെ ഭാഗത്ത് കുറെ പുതിയ സിലിക്കൺ ഫോം ചെയ്തു. ആ സിലിക്കണിന്റെ ഓറിയന്റേഷൻ സെയിം ആണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ആ സീഡ് അപ്പൊ ഇവിടെ ഇത്രയെന്ന് സീഡ് ഉണ്ടായിരുന്നത് ഇത് മുക്കിയപ്പോ കുറെ കട്ടി പിടിച്ചു. എന്ത് സംഭവിച്ചു? കുറച്ച് ഇത്രയും ഭാഗത്ത് ആ സെയിം മുക്കിയ ക്രിസ്റ്റലിന്റെ അതേ ഓറിയന്റേഷൻ ഉള്ള കുറെ സിലിക്കൺ ഫോം ചെയ്തു. അപ്പൊ ആ ഫോം ചെയ്ത സീഡിൽ ആ ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ആൾസോ സിംഗിൾ ക്രിസ്റ്റലൈൻ ഓഫ് സെയിം ഓറിയന്റേഷൻ ആസ് ദാറ്റ് ഓഫ് ദി സീഡ് ക്രിസ്റ്റൽ ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇത്രയും ഭാഗത്ത് ഫോം ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത്രയും ഭാഗത്ത് ഫോം ചെയ്തു. അപ്പൊ ഇപ്പൊ ആലോചിക്കുക, ഇനി നമ്മളിത് പതുക്കെ മുകളിലോട്ട് പുള്ളി ചെയ്യുന്നു, പതുക്കെ മുകളിലോട്ട് പുള്ളി ചെയ്യുന്ന അനുസരിച്ച് അപ്പൊ നോക്കുക എപ്പോഴും ഇത് കട്ടി സാധനമാണ് അല്ലെ ഈ ഇരിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ മുകളിലോട്ട്, അപ്പൊ ഇത് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് സോൾഡിഫൈ ചെയ്യുന്നു. സോൾഡിഫൈ ചെയ്ത സാധനം നമ്മൾ വീണ്ടും മുകളിലോട്ട് എടുക്കുന്നു. അപ്പം വീണ്ടും ഈ സോൾഡിഫൈ ആയ സാധനം വീണ്ടും ടച്ച് ചെയ്യുന്നു. സോൾഡിഫൈ ആയ സാധനം ടച്ച് ചെയ്യുന്നവിടെ വീണ്ടും കട്ടി പിടിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ മുകളിലോട്ട് പുള്ളി ചെയ്യുന്നതോറും സ്ലോയിലാണ് മുകളിലോട്ട് പുള്ളി ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്ത് പുള്ളി ചെയ്യുകയാണ് കേട്ടോ. റൊട്ടേഷൻ കാണിച്ചിട്ടുണ്ട് കണ്ടാ, ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. അതെ, ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് ഇവിടെ നടത്തുന്നത്. അപ്പൊ ഈ സാധനത്തിന് ഞാൻ പതുക്കെ മുകളിലോട്ട് പുള്ളും ചെയ്യുന്നുണ്ട്, ആ സമയത്ത് തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ സീഡ് ക്രിസ്റ്റൽ വളർന്നുകൊണ്ടിരിക്കും. കാരണം എന്താണ്? സീഡിന്റെ അടിയിലോട്ട് പുതിയ സിലിക്കൺ ക്രിസ്റ്റൽ, സിംഗിൾ ക്രിസ്റ്റൽ ഓഫ് സിലിക്കൺ ഫോം ചെയ്യുന്നുണ്ട്. കറക്കുന്നതനുസരിച്ച് വീണ്ടും സിംഗിൾ ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കറക്കി പയ്യ എന്ന് വെച്ചാൽ ഈ ഫോം ചെയ്യുന്ന ഭാഗം ടച്ച് ചെയ്യുന്നിടത്തെല്ലാം പയ്യ ആ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് വീണ്ടും സോൾഡിഫൈ ആവുന്നു. നമ്മൾ ഈ കറക്കം കൂടെ ചെയ്യുന്നുണ്ട്, പുതിയ ഭാഗങ്ങൾ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ കറക്കി നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മൾക്ക് സാധനം മുക്കിയിട്ട് നമ്മളിങ്ങനെ പയ്യെ തിരുക്കി കറക്കി എടുക്കുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഇവിടെ കുറെ കൂടെ സിലിക്കൺ ക്രിസ്റ്റൽ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യം ഈ വരച്ചിരിക്കുന്ന സാധനമാണ് നമ്മളെ സീഡ്. എന്ത് സംഭവിച്ചു? ആ സീഡ് പയ്യെ ഞാൻ ഇങ്ങനെ കറക്കി ഊരിനനുസരിച്ച് എന്ത് സംഭവിക്കും? അതിന്റെ അറ്റത്ത് പറ്റിപ്പിടിച്ച് പോളി ക്രിസ്റ്റലിനെ ഇങ്ങനെ കട്ടിപിടിച്ച് വരും. എന്നിട്ട് പിന്നെ ഇനി അടുത്തതായി ഈ ഭാഗത്താണ് കട്ടിപിടിച്ചിരിക്കുന്നത്. ഇനി ഇത് പൊങ്ങി മേലെ ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത വീണ്ടും ആ ഭാഗത്ത് കട്ടിപിടിച്ചാൽ വീണ്ടും കുറച്ചുകൂടെ കട്ടിപിടിച്ചിരിക്കും. അങ്ങനെ കറക്കി നമ്മൾ ഈ കറക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കാൻ വേണ്ടി. ഒരു സ്ഥലത്ത് ടെമ്പറേച്ചർ കൂടുതലാണ്, നമ്മൾ കറക്കി പൊക്കുമ്പോൾ അതിന്റെ താഴെ വീണ്ടും ടെമ്പറേച്ചർ കുറവാണ്. വീണ്ടും മോൾട്ടൺ എന്ത് സംഭവിക്കും? കട്ടി പിടിച്ച് വരും. അങ്ങനെ ഈ ഫോം ചെയ്ത സാധനത്തിന് നമ്മളൊരു പേര് പറയും സിലിക്കൺ ഇൻഗോട്ട്. ശ്രദ്ധിക്കുക, സിലിക്കൺ ഇൻഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സീഡ് മുക്കി ഈ മോൾട്ടൺ സിലിക്കൺ ആയ പോളി ക്രിസ്റ്റലൈനിൽ നിന്ന് സിംഗിൾ ക്രിസ്റ്റലൈൻ സാധനം കിട്ടിയല്ലോ അല്ലെ? മോൾട്ടൺ ആയ പോളി ക്രിസ്റ്റലൈനിൽ നിന്ന് സിംഗിൾ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഒരു സാധനം കിട്ടിയല്ലോ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അതിനെയാണ് സിലിക്കൺ ഇൻഗോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ അപ്പൊ ഈ പറഞ്ഞതൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ട് ടെമ്പറേച്ചറിന്റെ കേസാണ്. EGS ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ ആണ്, ഓഫ് പോളി ക്രിസ്റ്റലൈൻ ഫോം ആണ് കേട്ടോ. ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഓർക്കുക. സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഈസ് EGS ഓഫ് പോളി ക്രിസ്റ്റലൈൻ ആണ്. പിന്നെ ഇവിടെ ഒരു പോയിന്റ് എക്സ്ട്രാ എന്ന് വെച്ചാൽ നമ്മൾ ഈ മോൾട്ടൺ സിലിക്കൺ പോളി ക്രിസ്റ്റലൈനിൽ നമ്മൾ ഡോപ്പൻസ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യും, നമ്മളെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ച്. അതായത് ഇത്ര കണ്ടക്ടിവിറ്റി ഉള്ള വേഫർ ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഇത്ര കണ്ടക്ടിവിറ്റി കുറവോ അല്ലെങ്കിൽ ഇത്ര കണ്ടക്ടിവിറ്റി കൂടിയതോ
എന്ന് നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്യുമല്ലോ. അതായത് നമുക്ക് ഒരു വേഫർ വേണം, ആ വേഫറിന് ഇത്ര കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഇത്ര ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ ആലോചിക്കും. അതിനനുസരിച്ച് നമ്മൾ ഇത് മോൾട്ട് ഉരുക്കിയിടുമ്പോൾ അതിന്റെ കൂടെ ഡോപ്പൻസ് ആഡ് ചെയ്യും നമ്മളെ കണ്ടക്ടിവിറ്റിക്ക് അനുസരിച്ച്. ഓക്കെ, കാരണം നമുക്കറിയാം ഡോപ്പൻസ് കൂടുതൽ ആഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കണ്ടക്ടിവിറ്റി കൂടും. ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. പിന്നെ കണ്ടാമിനേഷൻ ആണ്. പോട്സ് SiO2 ഉപയോഗിക്കുന്നതിന്റെ കാരണം കണ്ടാമിനേഷൻ ഒഴിവാക്കാനാണ്. വേറെ ഏത് എലമെന്റ് ഉപയോഗിച്ചാലും അതും സിലിക്കണും കൂടെ റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഉള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പയ്യെ പയ്യെ ഈ ക്രൂസിബിളും മെൽറ്റ് ചെയ്യും അല്ലെ. ക്രൂസിബിൾ മെൽറ്റ് ചെയ്യും, കാരണം അതും സിലിക്ക ഇത് സിലിക്ക, രണ്ടിന്റെയും മെൽറ്റിംഗ് പോയിന്റ് എന്താണ് സെയിം ആയിരിക്കും. അപ്പൊ ഇത് ക്രൂസിബിളും കുറേശ്ശെ ഉരുകി തുടങ്ങും. പക്ഷെ എന്ത് സംഭവം, അതുകൊണ്ട് ഇത് ഇടയ്ക്ക് ഗ്രാജുവലി റീപ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നെ ക്രൂസിബിൾ ഈസ് മെയിൻറ്റൈൻഡ് അറ്റ് ടെമ്പറേച്ചർ 1500 ഡിഗ്രി സിൻസ് ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സിലിക്കൺ 1400 ആണ്. എ സ്മോൾ സിംഗിൾ ക്രിസ്റ്റൽ റോഡ് ഓഫ് സിലിക്കൺ കാൾഡ് സ്വീഡ് ക്രിസ്റ്റൽ ഓഫ് ഡിസൈഡ്. കണ്ടോ, സ്വീഡ് ക്രിസ്റ്റൽ എന്ന് വെച്ചാൽ എന്താണ്? എ സ്മോൾ സിംഗിൾ ക്രിസ്റ്റൽ റോഡ്, സിംഗിൾ ക്രിസ്റ്റലൈൻ ഫോം ആണ് കേട്ടോ, ഓഫ് സിലിക്കൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്ന സീഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. വിത്ത് ദി ഡിസൈഡ് ഓറിയന്റേഷൻ, നമുക്ക് വേഫറിന് ഏത് ഓറിയന്റേഷൻ ആണോ വേണ്ടത് അതേ ഓറിയന്റേഷനിലുള്ള സാധനമാണ് സീഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അത് സിംഗിൾ ക്രിസ്റ്റലൈൻ ഫോം ആയിരിക്കും. അത് മോൾട്ടൺ സിലിക്കണിലോട്ട് ഡിപ്പ് ചെയ്യും. സിലിക്കൺ സീഡ് ഡിപ്ഡ് ഇൻടു ദി മെൽറ്റഡ് ഇറ്റ് പ്രൊഡ്യൂസസ് എ റിഡക്ഷൻ ഇൻ ടെമ്പറേച്ചർ. അപ്പൊ ഇത് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് റിഡക്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഉണ്ടാവും, സ്ലൈറ്റ്ലി ബിലോ. അപ്പൊ സിലിക്കന്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ കുറവുണ്ടാവും. പിന്നെ സീഡ് നമ്മൾ എന്ത് ചെയ്യും? ഗ്രാജുവലി പുള്ളിയും റൊട്ടേറ്റിംഗ് ദി സീഡ് ക്രിസ്റ്റൽ ആൻഡ് ക്രൂസിബിൾ. ഓക്കെ, അത് ഓൾറെഡി പറഞ്ഞു ഞാൻ. ഇവിടെ മാത്രം, ഈ മുകളിൽ മാത്രമല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ ക്രൂസിബിൾ നേരെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. രണ്ടും കൂടെ നമ്മൾ ഒരു തോർത്തിന്റെ കാര്യം ആലോചിച്ചാൽ, തോർത്ത് ഒരു ഭാഗം മാത്രമല്ല പിഴിയുന്നത്, രണ്ട് ഭാഗവും കൂടെ പിഴിയുമ്പോൾ നല്ല ഷേപ്പിന് വരുന്നില്ല. ആ രീതിയിൽ ആലോചിക്കുക. മുകളിലും താഴെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പിഴിയുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. But in opposite direction to produce crystalline ingots of same orientation. ഇൻഗോട്ട് എന്താണെന്ന് ഓർമ്മ ഒന്നുമാണ്. ഇൻഗോട്ട് എന്ന് വെച്ചാൽ നമുക്ക് ആ സീഡ് കൊടുക്കുമ്പോൾ അതിന്റെ അറ്റത്ത് പറ്റിപ്പിടിച്ച് സെയിം ഓറിയന്റേഷനിൽ ഫോം ചെയ്യുന്ന ആ സിലിക്കണിനെയാണ് ഇൻഗോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഡയമീറ്റർ ഓഫ് ഇൻഗോട്ട് ഈസ് കൺട്രോൾഡ്. അതെ, ഈ ഇൻഗോട്ടിന്റെ ഡയമീറ്റർ ഏത് വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അത് എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ചാൽ പുള്ളിങ് റേറ്റ്. സ്പീഡ് കൂടുതൽ ആണ് പുള്ളി ചെയ്യുന്നെങ്കിൽ ഡയമീറ്റർ വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മൾ പതുക്കെയാണ് പുള്ളി ചെയ്യുന്നതെങ്കിൽ മേലോട്ട് ഡയമീറ്റർ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. നമുക്കത് ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലേ. കാരണം നമ്മൾ പെട്ടെന്ന് എടുത്താൽ ഡയമീറ്റർ കുറവായിരിക്കും, പയ്യാണ് എടുക്കണമെങ്കിൽ നല്ല ഡയമീറ്റർ ആയിരിക്കും. അതേപോലെ മെൽറ്റ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ പ്രോസസ് കൺട്രോൾ, അതായത് സ്പീഡ് ഓഫ് വിഡ്രോയൽ ആൻഡ് സ്പീഡ് ഓഫ് റൊട്ടേഷൻ. റൊട്ടേഷന്റെ സ്പീഡും പിന്നെ എന്താണ് സ്പീഡ് ഓഫ് വിഡ്രോയൽ, അതായത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതും പിന്നെ മുകളിലോട്ട് പോകുന്നതും എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് എന്താണ് ഗുഡ് ക്വാളിറ്റി സിംഗിൾ ക്രിസ്റ്റൽ. അപ്പൊ നമുക്ക് ആവശ്യമായ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള സ്പീഡിനായിരിക്കണം നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നത്. കാരണം ഈ സ്പീഡ് കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ പ്രോസസ് കൺട്രോൾ ഉപയോഗിച്ച് മെയിൻറ്റെയിൻ ചെയ്യും. എന്തിനാണ്? ഫോർ ഒബ്റ്റൈനിങ് ഗുഡ് ക്വാളിറ്റി സിംഗിൾ ക്രിസ്റ്റൽ. അപ്പൊ അതാണ് സൊക്രാൽസ്കി മെത്തേഡ് എന്ന് പറയുന്നത്.